ഹരേ കൃഷ്ണ, നമസ്തേ. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുമ്പോൾ തന്നെ ആദ്യമേ നിങ്ങളോടൊരു നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. കാരണം നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ഒരു ലൈക്കും ഒക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ തന്ന് സഹായിക്കുന്നുണ്ട്. അതിന് പ്രപഞ്ചശക്തിയുടെ പേരിൽ ദൈവ കൃപയാൽ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മിഥുനക്കൂറുകാരുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള നമ്മുടെ സമയം അല്ലെങ്കിൽ നമ്മളെ കാലം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നാണ്. നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മിഥുനക്കൂറെന്ന് പറയുമ്പോൾ മകയിരം അവസാനത്തെ 2 പാദം, അതായത് 3ഉം 4ഉം പാദം, തിരുവാതിര പുണർതത്തിൻ്റെ 3/4 പാദം, അതായത് 1, 2, 3 പാദം. ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ വളരെയധികം കഷ്ടതയും ദുഃഖവും ഒക്കെ അനുഭവിച്ചിട്ട് അതിൽ നിന്ന് നമ്മളെന്ത് പറയാൻ പടിപ്പടിയായിട്ട് ഇപ്പോൾ ഒന്ന് നമ്മൾ ഉയർന്ന് വന്ന് തുടങ്ങി. അതിൻ്റെ കാരണം നിങ്ങളുടെ നഷ്ടസ്ഥാനത്ത് നിന്ന് വ്യാഴം ഈ ഒരു 4-5 മാസം മുമ്പേ മാറിയപ്പോൾ അത് ജന്മത്തിലേക്ക് വന്നു. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് സ്വസ്ഥതയും നിങ്ങളെ സഹായിക്കാൻ ആളുകളും സപ്പോർട്ടും ഒക്കെ വന്നു തുടങ്ങി. 10ൽ കർമ്മസ്ഥാനത്താണ് ഇപ്പോൾ ശനി നിൽക്കുന്നതെന്നറിയാം. 10ൽ കർമ്മസ്ഥാന ശനി കർമ്മകാരകനായതുകൊണ്ട് വലിയ ദോഷം ചെയ്യത്തില്ല. ജോലി, ബിസിനസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പുതിയ പുതിയ അവസരങ്ങൾ കൊണ്ടുവരികയും, പിന്നെ നിങ്ങളുടെ ജാതകാലം കൂടി ശനി അനുകൂലമായിരിക്കണം കേട്ടോ. അവരവരുടെ ജാതകം പരിശോധിക്കുന്നതിനാണ്. അതിനകത്ത് ശനി അനുകൂലമാണെങ്കിൽ ഈ കർമ്മസ്ഥാനത്ത് ശനിയും കൂടെ വരുമ്പോൾ പുതിയ ജോലി കിട്ടുക, ജോലിയിൽ പുതിയ ഗുണകരമായ മാറ്റം വരിക, ഇഷ്ടസ്ഥാനത്തേക്കുള്ള ട്രാൻസ്ഫർ, പ്രമോഷൻ, ഇതൊക്കെ വരാവുന്ന ഒരു സമയമാണ്. ഒപ്പം തന്നെ നമ്മളെ വളരെ കഠിനമായി ദോഷപ്പെടുത്തിക്കൊണ്ടിരുന്ന കേതു 3ലേക്ക് മാറി തന്നു വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ സർപ്പദോഷം കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന ഒരു വർഷത്തേക്ക് കൂടെ കുറച്ചുകൂടി നമുക്ക് ജീവിതത്തിലൊരു ഗുണവും സപ്പോർട്ടും നന്മകളും വരുന്ന കാലമാണ്. അപ്പോൾ ഇതിന് ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മൾ വളരെ കഷ്ടാവസ്ഥയിൽ നിന്ന് ഒന്ന് ഉയർന്നു വരുമ്പോൾ ഇനി അതിനേക്കാൾ നല്ല അവസ്ഥയിലേക്ക് പോകാനായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതായത് നമ്മൾ ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ച് നമ്മളെപ്പോഴും ആകർഷണ നിയമം അനുസരിച്ച് നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളാണ് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് തന്നെ തിരിച്ചു വരും. നിങ്ങൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഇനി അങ്ങോട്ട് വരുന്ന കാലം കുറച്ചുകൂടി നല്ലതാണ്. കാരണം ഈ മാർച്ച് 2026 മാർച്ച് ആകുമ്പോൾ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായി ജന്മത്തിൽ നിന്ന് 2ലേക്ക് ധനസ്ഥാനത്തേക്ക് വരികയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണകരമായ മാറ്റവും വരും. അതിലേക്ക് എത്തി എന്ന ഒരവസ്ഥയിൽ എത്തി നമ്മൾ. ഇനി ഒരു 6 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സമയം ഗുണദോഷ സമ്മിശ്രമാണ്, വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മളിപ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ചില ഗുണങ്ങളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 5ൽ ചൊവ്വ എത്തിയ സമയമാണ്. 5 പറയുന്നത് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മളെ വിവേകം സ്ഥാനത്താണ് 5 പറയുന്നത്. അതായത് മേധ, പ്രതിഭ, വിവേകം, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ട സ്ഥാനമാണ് 5. അവിടെ ചൊവ്വ വരുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും പോസിറ്റീവായ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ 11ാം ഭാവാധിപതി കൂടി ആയതുകൊണ്ട് ആ ചൊവ്വ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾ നേടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വരികയും, ഒപ്പം തന്നെ ആ ചൊവ്വയെ ഞാൻ എടുത്തു പറയാൻ കാരണം ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിയമപരമായ പ്രശ്നങ്ങൾ, പോലീസ് നടപടികൾ, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുക, അല്ലെങ്കിൽ ജോലിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സസ്പെൻഷനോ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്ന് താക്കീതൊക്കെ ഉണ്ടായിരുന്നൊരു സമയമായിരിക്കും. അത് മറികടക്കാൻ, അതിന് നയപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സമയമാണ് ഈ വന്നിരിക്കുന്നത്. അതായത് ചൊവ്വ നിങ്ങളെ സഹായിക്കാനായിട്ട് 5ലേക്ക് വന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതി വരുത്തുക. എന്നിട്ട് കേസ്, വഴക്ക്, തർക്കമൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഒരു നയപരമായിട്ട് വാശി ഉപേക്ഷിച്ച് നിങ്ങളൊരു തീരുമാനങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണം വരും. അതിലൂടെ ധനവും
നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും അനുഗ്രഹവും വരുന്നൊരു സമയമാണ്. അത് അങ്ങനെ പ്രയോജനപ്പെടുത്തുക. കടുത്ത വാശികളൊക്കെ ഉപേക്ഷിക്കുക. എങ്കിൽ ജീവിതം നന്നാവുന്നൊരു സമയമാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് 4-ൽ ആദിത്യനും ബുധനും വന്നിട്ടുണ്ട്. 4-ൽ ആദിത്യനും ബുധനും വരുമ്പോൾ നിങ്ങളെ തറവാട്ടുപരമായിട്ട് കുടുംബപരമായിട്ട് സർക്കാർ വഴിക്ക് ധനമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിക്കുള്ള തറവാട്ട് സ്വത്ത് അന്യാധീനപ്പെട്ട് തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ കേസോ എന്തെങ്കിലും നടന്നെങ്കിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സർക്കാർ നടപടികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ നമുക്ക് ഒരാളിന് ഗുണം വരുന്നത് നമ്മൾ അധ്വാനിച്ച് ജോലി ചെയ്ത് മാത്രമല്ല, അതുപോലെ തന്നെ നിങ്ങളുടെ 3 പറയുമ്പോൾ സഹായസ്ഥാനത്ത് ഇപ്പോൾ ശുക്രൻ പോയി നിൽക്കുകയാണ്. അപ്പോൾ ശുക്രൻ നിങ്ങളുടെ ജാതകത്തെ സംബന്ധിച്ച്, അതായത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ 5-ാം ഭാവാധിപത്യം 12-ാം ഭാവാധിപത്യം ഉണ്ട്. എല്ലാ സുഖവും സന്തോഷവും അടുത്തെത്തും. നമ്മൾ പകുതി അനുഭവിക്കും, പകുതി അത് നഷ്ടപ്പെടുത്തും, നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തും. അതിന് നമ്മുടെ വാക്കും പ്രവൃത്തിയും അതിന് കാരണമായി തീരും. നമ്മളെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നെത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ശുക്രൻ ഇപ്പോൾ കേതുവിൻ്റെ കൂടെയാണ്. അപ്പോൾ കേതുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കേതു എല്ലാം മുറിച്ച് വിടും. അപ്പോൾ നിങ്ങൾക്ക് ദാമ്പത്യ സുഖം കുറയും. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. സപ്പോർട്ടേഴ്സ് എന്ന് പറയുമ്പം നിങ്ങളെ സഹായികൾ, അതായത് ആത്മാർത്ഥ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇഷ്ടക്കാർ, ഇവരെല്ലാം തെറ്റിദ്ധാരണ മൂലം അകന്ന് നിൽക്കാനോ അല്ലെങ്കിൽ അവർ ആ വ്യക്തികളിൽ മറ്റുള്ളവർ തെറ്റിദ്ധാരണ പുലർത്താനോ സ്വാധീനിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു അനിഷ്ടവും വിഷമവും തോന്നും. പക്ഷേ അതും മാറി വരും. കുറച്ച് ഒരു 2-3 മാസത്തിനകത്ത് 2 മാസം കൂടി നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ അത് കഴിയുമ്പോൾ ഇത് മാറി വരും. അതൊരു ക്ഷമ പുലർത്തുക എന്നുള്ളതാണ്. കാരണം അപ്പോഴേക്ക് ശുക്രൻ വീണ്ടും 4-ലേക്ക് എത്തും. അപ്പോൾ അത് ഗുണമാവും. 2 മാസം വെയിറ്റ് ചെയ്താൽ മതി. അതുവരെ പിണക്കങ്ങളെ നമ്മൾ വാശി പിടിച്ച് ആ പിണക്കം തീർക്കാനോ വാശി പിടിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാനോ ശ്രമിക്കരുത്. അവരുടെ വഴിക്കങ്ങ് വിടുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർഷിപ്പിൽ വരുന്ന ആളാണ് ചൊവ്വ. അപ്പോൾ ആ ചൊവ്വ, കാരണം ബുദ്ധിപരമായിട്ട് 5-ാം ഭാവാധിപതിയായ ചൊവ്വയാണ് നിങ്ങൾക്ക് അനുഗുണമായിട്ട് ഇപ്പം വന്നു നിൽക്കുന്നത്. അപ്പോൾ ആ ചൊവ്വയെ ഗുണപ്പെടുത്തി എടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ 5-ാം ഭാവാധിപതിയിൽ 5-ൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ ചൊവ്വയെ ഗുണപ്പെടുത്തി എടുക്കണം. ചൊവ്വ 11-ാം ഭാവാധിപത്യം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 6-ാം ഭാവാധിപത്യം ഉണ്ട്. അപ്പം 6-ാം ഭാവാധിപത്യം ആദ്യം അനുഭവിച്ചതുകൊണ്ട് ഇനി നിങ്ങളുടെ 11 ലാഭസ്ഥാനാധിപതി ഭാവാധിപത്യം നിങ്ങൾക്ക് ഗുണം ചെയ്യുക. അപ്പോൾ ആ ചൊവ്വയെ കൊണ്ട് ഗുണം വരും. അതായത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഒരു 3-4 മാസത്തേക്ക് സുബ്രഹ്മണ്യ പ്രീതി വരുത്തുകയും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, സുബ്രഹ്മണ്യ പ്രാർത്ഥനകൾ ഭംഗിയായിട്ട് കൊണ്ടുപോവുകയും ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയും പിന്നെ മറ്റൊരു വലിയ ഗുണകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വികലാംഗർ, തീരെ അവശരായ ആൾക്കാർ, ഈ ആരോഗ്യമുള്ളവർക്കല്ല, വാർദ്ധക്യം ബാധിച്ച് തീരെ സുഖമില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാർക്ക് ആഹാരം, അന്നം വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള കുറച്ച് അനിഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടും. എന്തായാലും മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇനി വരുന്ന അങ്ങോട്ട് സമയം നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ പിടിവാശി ഉപേക്ഷിക്കണം. കാരണം ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചേ ഉള്ളൊരു ഏറ്റവും വലിയ അനിഷ്ടം പിടിവാശി. അവർ പിടിച്ച കാര്യത്തിൽ മുറുകെ പിടിക്കും. അത് ജീവിതത്തിൽ അനിഷ്ടം ഒരുപാടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ ഇതിനകത്ത് 4-ാം ഭാവം കൊണ്ട് പറഞ്ഞതാണ്, ഏറ്റവും നമ്മുടെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള ആരെങ്കിലും പിണങ്ങി ദൂരോട്ട് നിൽക്കുകയാണെങ്കിൽ അവരോട് നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ അവരെ ഒപ്പം കൂട്ടിയില്ലെങ്കിലും പിണക്കം ഒഴിവാക്കി അവരോടൊരു നയപരമായിട്ട് ഇടപെട്ട് പോകുന്നത് കുറേ ഗുണം ഇനി ചെയ്യും. അങ്ങനെ പോയാൽ ജീവിതത്തിൽ ഇനി വരുന്ന ഒരു 6 മാസം കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നല്ല ഉയർച്ചയിലേക്ക് പോകും.
6 മാസം കഴിയുമ്പോൾ ധനവും ഐശ്വര്യവും നിങ്ങൾക്ക് തേടി വരുന്ന അവസ്ഥയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം വരുന്നൊരു കാലമാണ്. പഴയതെല്ലാം കളഞ്ഞ്, വേസ്റ്റെല്ലാം കളഞ്ഞ് നമ്മൾ ജീവിതത്തിലൊരു പുതുമയും ഈശ്വര അനുഗ്രഹവും തേടുന്ന സമയമാണ്. അത് ഗുണപ്പെടുത്തുക. തീർച്ചയായിട്ടും മിഥുനക്കൂറുകാർക്ക് സമയം ഇപ്പോൾ നല്ലതാണ്. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വാട്സപ്പ് ചെയ്യുക. കോൾ ഞാൻ അധികം അറ്റൻഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. എല്ലാ നന്മയും തരട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.